Now, when we speak about insulators എന്ന് പറഞ്ഞാൽ they do not allow the movement of electrons അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി അതിലൂടെ കടത്തിവിടില്ല. അതിനാണല്ലോ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് ഹൈ റെസിസ്റ്റിവിറ്റി ആയിരിക്കും, അവരുടെ കണ്ടക്ടിവിറ്റി വളരെ കുറവായിരിക്കും അല്ലെ. അപ്പോൾ ഇൻസുലേറ്റേഴ്സിന് റെസിസ്റ്റിവിറ്റി it will be in the range of 10 raised to 11 to 10 raised to 19 ohm meter. വളരെ വലിയൊരു റെസിസ്റ്റിവിറ്റി ആയിരിക്കും. കോമൺ എക്സാമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ മെറ്റൽസ് ആണ്. Now, coming to സെമികണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റിവിറ്റിയും കണ്ടക്ടിവിറ്റിയും കണ്ടക്ടേഴ്സിന്റെയും ഇൻസുലേറ്റേഴ്സിന്റെയും ഇടയിലായിരിക്കും. ഓക്കെ, അതായത് ഏകദേശം 10⁻⁻5 to 10⁻6 ഓം മീറ്റർ. കണ്ടോ, കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റിവിറ്റിയുടെയും ഇൻസുലേറ്റേഴ്സിന്റെ റെസിസ്റ്റിവിറ്റിയുടെയും ഇടയ്ക്കാണ് സെമി കണ്ടക്ടേഴ്സിന്റെ റെസിസ്റ്റിവിറ്റി കിടക്കുന്നത്. ഇനി നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ സെമി കണ്ടക്ടേഴ്സിൽ ഒരു കൺട്രോൾഡ് മൂവ്മെന്റ് ഓഫ് ഇലക്ട്രോൺസ് ആണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സെമി കണ്ടക്ടേഴ്സ് നമുക്ക് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളൊരു സോളിഡിനെ കൺസിഡർ ചെയ്യാണ്, കുറെ ആറ്റംസ് ഉള്ള ഒരു സോളിഡ്. ഈ സോളിഡില് ആറ്റംസ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഒരു ക്രിസ്റ്റൽ ആകുന്നു. അപ്പോൾ ഈ ഓരോ ആറ്റത്തിനും അവരുടേതായ എനർജി ലെവൽസ് ഉണ്ടല്ലോ. ഈ എനർജി ലെവൽസും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ററാക്ട് ചെയ്ത് അവരെന്താണ് ഉണ്ടാക്കുന്നത്? ദേ ഫോം എനർജി ബാൻഡ്സ്. അപ്പോൾ n ആറ്റംസ് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 2n എനർജി ബാൻഡ്സ്, അതായത് എത്ര ആറ്റംസ് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ അതിന്റെ ഡബിൾ എനർജി ബാൻഡ്സ് അവിടെ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇനി 2 ടൈപ്സ് ഓഫ് എനർജി ബാൻഡ്സ് നമ്മളൊരു മെറ്റീരിയൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2 ടൈപ്സ് ഓഫ് എനർജി ബാൻഡ്സ് അവിടെ കാണാൻ പറ്റും. ദേ ആർ ദ